ഏതായാലും വ്യാപ്തിയുള്ള അപകടം അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഈ പറയുന്ന കൂടുതൽ ദൃശ്യങ്ങൾ അതിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന ഒരു റൈഡ്, ആ ഒരു ഊഞ്ഞാല് പോലെയുള്ള പല കപ്പുകളായി പല കൂപ്പകൾ തിരിച്ചിട്ടുള്ള ഊഞ്ഞാല് പോലെ ഇരുമ്പിൽ ഘടിപ്പിച്ചൊരു റൈഡ്, അത് മുകളിൽ നിൽക്കുന്ന റൈഡാണ്. അത് പൊട്ടി താഴേക്ക് വീണു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അത് ഗൗരവമുള്ള ഒരു സംഭവമായി മാറുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് ആ പൊട്ടി വീണ്, അതായത് ഈ റൈഡിന്റെ ഒരു ഉയരം, അതേപോലെ തന്നെ അത് പൊട്ടി വീണ് കിടക്കുന്ന ദൃശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അത് സ്വാഭാവികമായും അതിനകത്ത് 30-ലധികം ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അത് കുറച്ച് ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റൈഡ് കൂടിയാണ് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതാണ്ട് 30-ലധികം ആളുകൾ അതുമായി ബന്ധപ്പെട്ട ആ റൈഡിൽ ഉണ്ടായിരുന്നു. ആ റൈഡാണ് വെൽഡിംഗ് അടർന്നു വീണ അത് താഴേക്ക് നിലത്തേക്ക് പതിച്ചത്. താഴെ അപകട സമയത്ത് താഴേക്ക് പതിക്കുന്ന സമയത്ത് അവിടെയും ആളുകൾ ഉണ്ടായിരുന്നു, അതേപോലെ റൈഡിലും ആളുകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ അതും നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. തന്നെയാണ് ഷഫീദ്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ആ റൈഡാണ്, ആ തകർന്നു വീണ റൈഡാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ റൈഡിന്റെ ഏറ്റവും താഴത്തെ ഇരുമ്പ് ഘടിപ്പിച്ച ആ ദണ്ടാണ് ഇപ്പോൾ പൊട്ടി വീണിരിക്കുന്നത്. കൂറ്റൻ റൈഡ് തന്നെയാണ്, കാരണം 30ഓളം പേർക്ക് ഈ ഒരേ സമയത്ത് കയറാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് കൂറ്റൻ റൈഡ് തന്നെയാണ്. അതിൽ കസേരകളുണ്ട്. ആ കസേരയിൽ നിന്നും ഈ ചെയിനുകൾ ഘടിപ്പിച്ച് അത് കറങ്ങുന്ന തരത്തിലുള്ള ഒരു റൈഡാണ് അതാണിപ്പോൾ പൊടുന്നനെ അത് മൊത്തത്തിൽ തകർന്നു വീണിരിക്കുന്നത്. അതിൽ 30 പേരുണ്ടായിരുന്നു. ആ അപകടത്തിന്റെ വ്യാപ്തി ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും, കാരണം ദൃശ്യങ്ങളിലൂടെ അത് വ്യക്തമാണ്.